ചെഞ്ചോലക്കിളിപ്പെണ്ണെ ചെഞ്ചമ്മേ വരിക നീ എന്തോരു വിശേഷങ്ങൾ പറവാനുള്ളൂതത്തെ അന്നേരം കിളി തൻ്റെ ആനന്ദം വരുത്തുവാൻ അന്നദാനവും വരും എല്ലാമേ പഞ്ചസാര കദളിക്കനികളും നിറമേ രുചിച്ചുടൻ ആർത്തിയെ കളഞ്ഞുടൻ പറത വിസ്തരിച്ചു. ആഴിപ്പെണ്ണായ സീത തനിക്കു വന്നോടല്ലൽ പാരിൽ പെൺകൊടിമാരും കൂടിക്കൊണ്ടരികത്തു സ്നേഹിച്ചു പറയുന്നേൻ മകളെ കേൾക്കാനിയും പെണ്ണായാൽ എല്ലാവരും ഒക്കുമേ മകളെ കേൾ. ഇതിൻ്റെ അർത്ഥം പറയാൻ വല്ല കുറ്റമുണ്ടോ? രാവണനുണ്ടെന്നൊരു കേട്ടു കേൾവിയേയുള്ളൂ. അവൻ്റെ നിറങ്ങളും ഗുണവും ഭംഗികളും ഞങ്ങൾക്കു പലകമേൽ വരച്ചു കാട്ട വേണം. സ്നേഹിച്ചു പറയുന്നൻ മകളെ കേൾക്കാനിരും എന്ന് മകളോട് പറയും. അമ്മമാர்களுമൊത്തു പറഞ്ഞ നേരത്തിങ്കൽ എണങ്കമുവീസിത മനസ്സു വാടിച്ചൊന്നാൾ. ആപത്തിനെത്രേ ഇതു നിങ്ങൾ എന്നോടു ചൊല്ലി എൻ ഭർത്താവ് അറിയുമ്പോൾ രാജദേഷ്യവുമുണ്ടാ. ദേഷിപ്പാൻ ഒരു മൂലം ഇല്ലാതെ ഇരിക്കുന്നു. കാലക്കേടെത്രേ നീക്കോരോ ചമഞ്ഞിട്ടു കേട്ടു വേണം. അതങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് അന്നേരം പറഞ്ഞേ അതൊന്നും ഞങ്ങൾ പറയുകയല്ല എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞേ. സത്യമായി പറയുമ്പോൾ ഞാൻ ബഹുമാനിയാഞ്ഞാൽ അമ്മമാർക്കെന്നോടേറ്റം ദേഷ്യമായി വരുമല്ലോ. ആത്മാവിൽ ദേഷ്യമില്ല ജാനകീതാനും അപ്പോൾ ആത്മാപേക്ഷമ കൊണ്ടു മെല്ലവേ നിരൂപിച്ചു. വരട്ടെ നറുമഷി കുഴിയുമെടുത്തുടൻ സുമിത്രാദേവി കൊണ്ടേ കൊടുത്തു സീതാകയിൽ. ദൈവമേ തുണയെന്നു പരച്ചു തലവത്തും മുഖത്തോടിടകളിൽ കലർന്ന കുണ്ടലവും വെളുത്ത വെള്ളയേറും വലിയ മുഖങ്ങളും ജ്വലിച്ച കണ്ണുടനിൽ അഗ്നികൾ ജനിക്കയും. അപ്പോൾ ഒരു തലയുടെ വർണ്ണം മാംസങ്ങളും ഭക്ഷിക്കുന്നൊരു മുഖം, സീതയെ തന്നെ നോക്കിയിരിക്കുന്നൊരു മുഖം, പടയ്ക്കു മറുതല തിരിക്കുന്നൊരു മുഖം, മധുവും മാംസങ്ങളും ഭക്ഷിക്കുന്നൊരു മുഖം. അതും തലയുടെ 10 തല ദേവി കൊണ്ടേ ഒളിച്ചു നിൽക്കും ഭാഗത്ത്. ഇരിക്കും നേരത്തിങ്കൽ വരുന്നു രാമദേവൻ. വിശന്നു വെയിൽ കൊണ്ടു തളർന്നു ശരീരവും പെരുത്ത പെരുമ്പട കൂട്ടവും താനുമായി. അമരന്മാരിലങ്ങു ഇന്ദ്രനും ദേവകളും അടുത്തു വരും നേരം കൊടുത്ത രാവണിയും ഇരിക്കാമകനെന്നു സന്തോഷിച്ചമ്മ മകൾ. കരത്താലെടുത്തുടൻ തൃക്കാലും കഴുകിട്ടു മണിപ്പീഠത്തുമ്മേൽ ചെന്നിരുന്നു രാമദേവൻ. ഇളകി മണിപ്പീഠം ഇതിനെന്തവകാശം എന്നോ ശ്രീരാമദേവൻ കയത്തന്നമ്മമാരോട് ചോദിച്ചു. തന്നെ ഞങ്ങളാരും മനസ്സാലറിഞ്ഞില്ല നിന്നോടെ ഭാര്യ സീത ചെയ്തൊരു വിനോദങ്ങൾ. അപ്പോൾ മരിച്ച രാവണന്റെ കനത്തെ രൂപത്തെ എഴുതി വച്ചാരി സീതനെ കൊണ്ട് വരി കഴിച്ചതാണ്. സീത എങ്ങോ പോയി മറഞ്ഞിടു. അടച്ച വാതിൽ പിൻപേ ഒളിച്ച നേരത്തിങ്കൽ വെള്ളേടി വെട്ടും വണ്ണം പറഞ്ഞു കരകയും വിങ്ങിയും കരയാണ്. വിങ്ങി കരഞ്ഞു പറയുന്നു. അന്നേരം മനസ്സിലായി, ശ്രീരാമദേവൻ മനസ്സിലായി. അങ്ങനെയാണ് പറയുന്നത്.
ചെയ്തതിനെ കൊണ്ട് കളയും. അമ്മമാരും പറഞ്ഞെങ്കിലും